ആ സ്നേഹത്തെ അല്പം കൂടെ ധ്യാനിച്ചാലോ? പ്രിയപ്പെട്ട ദൈവം നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ഞാൻ നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? സ്വർഗം എന്താണെന്ന് നമുക്ക് ഇതേവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി ഒരു ചെറിയ നിഴല് മാത്രമേ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ. എങ്കിലും അത്ര ഉത്തമമായിരിക്കുന്ന, അത്ര മനോഹരമായിരിക്കുന്ന ഈ സ്വർഗം അവിടെയായിരുന്നല്ലോ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നിടം വരെയും ജീവിച്ചിരുന്നത്. പിതാവിന്റെ മടിത്തട്ടിലാണ് യേശുക്രിസ്തു കഴിഞ്ഞിരുന്നത്. അത് എന്നു മുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആരംഭമില്ല. അനാദി കാലം മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എണ്ണൽ സംഖ്യ പുറമോട്ട് -1 -2 നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അവസാനമില്ലാത്ത വണ്ണം പ്രിയപ്പെട്ടവരെ അതിന് ആരംഭം ഉണ്ടായിരുന്നില്ല. ഇനി എന്താണ്? അങ്ങനെ അനാദി കാലം മുതൽ പിതാവിന്റെ മടിത്തട്ടിലിരുന്ന കോടാനുകോടി ദൂതന്മാരുടെ ആരാധനകൾ ഏറ്റുവാങ്ങിയിരുന്ന ആ ഉന്നതനായിരിക്കുന്ന ഈ ക്രിസ്തു യേശു എന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പകരക്കാനായിട്ട് മരിപ്പാൻ കാൽവരി ക്രൂശിലേക്ക് കയറി പോകുമ്പോൾ അവൻ സ്വർഗത്തെക്കാൾ ഉപരി നമ്മളെ സ്നേഹിച്ചെന്നാണ്. നോക്കിക്കേ, ആ മനോഹരമായിരിക്കുന്ന സ്വർഗത്തെ വിട്ടു കളഞ്ഞിട്ട് നമ്മളെ പോലെ ഒരു പാപിയെ തേടി അവൻ ഈ ചേറ്റുകുഴിയിലേക്ക് ഇറങ്ങി വന്നെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ യേശുക്രിസ്തു നമ്മളുള്ള സ്നേഹം നമുക്ക് അല്പമെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയും. ഇത്രമാത്രം അവൻ സ്നേഹിച്ചു. അവനുള്ള സകല ഔന്നത്യങ്ങളും അവൻ ഉപേക്ഷിച്ച് കളഞ്ഞ് ഒരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി നമ്മളെ വീണ്ടെടുക്കുവാനായി